നമസ്കാരം. ശബരിമലയിലെ അയ്യപ്പന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണേ. കാര്യം കൂടെ ഇരുന്നവൻ തന്നെയാണ് ശബരിമലയിലെ അയ്യപ്പനെ ചതിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അയ്യപ്പന്റെ സ്വർണം കട്ട് തിന്നത് തൊട്ടടുത്തിരുന്ന് തന്നെ തൊട്ടും തലോടിയും പൂജിച്ചിരുന്ന വ്യക്തി തന്നെയാണ്. തന്ത്രി പുങ്കവന്മാർ ഇത്തരത്തിൽ ശബരിമലയെ കൊള്ളയടിക്കുമ്പോൾ, ഒരുപാട് ജനങ്ങളുടെ വിശ്വാസങ്ങളെ കൊള്ളയടിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഇവർക്ക് വേണ്ടി വായിട്ടലയ്ക്കുകയാണ് BJP നേതൃത്വം. അല്ലെങ്കിൽ തന്ത്രിക്ക് വേണ്ടി ഞങ്ങൾ രംഗത്തുണ്ട് എന്നുള്ള രീതിയിലാണ് BJP നേതാക്കന്മാരുടെയൊക്കെ ഒരു മുന്നോട്ട് പോക്ക്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളവുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം കൃത്യമായി BJP നേതാക്കൾ തന്ത്രിയുടെ വീട്ടിലേക്ക് എത്തുന്നു. ചിന്തിച്ചു നോക്കുക, അറസ്റ്റ് ചെയ്ത് പോലീസിന്റെ കസ്റ്റഡിയിലാണ് തന്ത്രി കണ്ഠരര് രാജീവൻ. ഈ സമയത്താണ് BJP നേതാക്കൾ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. സമാധാനിപ്പിക്കാൻ, കുടുംബത്തെ സമാധാനിപ്പിക്കാൻ ആണെന്നാണ് BJP നേതൃത്വത്തിന്റെ വാദം. പക്ഷേ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. ഇത്തരത്തിൽ BJP നേതാക്കന്മാരുടെ കൈകളിലും സ്വർണം എത്തിയോ എന്നൊരു സംശയം. കാര്യം തെളിവ് നശിപ്പിക്കാനാണോ BJP നേതാക്കൾ കൃത്യം അറസ്റ്റ് നടന്ന സമയത്ത് തന്നെ ഈ പറയുന്ന തന്ത്രിയുടെ വീട്ടിലേക്ക്, താഴമൺ മഠത്തിലേക്ക് പോയത് എന്നുള്ള സംശയം ഉളവാകുന്ന ഒരു സാഹചര്യമാണ്. അതുമാത്രമല്ല, ചില BJP നേതാക്കൾ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, തന്ത്രിയൊന്നുമല്ല ഞങ്ങൾക്ക് പ്രധാനം, വിശ്വാസമാണ്, ശബരിമലയാണ് പ്രധാനം, തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് കൃത്യമായ നടപടി തന്നെയാണെന്ന്. അതായത് തന്ത്രി എന്ന് പറയുന്ന വ്യക്തി കള്ളത്തരം കാണിച്ചിട്ടുണ്ടെന്ന് ഈ പറയുന്ന BJP നേതൃത്വത്തിനും അറിയാം. എന്നിട്ടും എന്തുകൊണ്ടാണ് തന്ത്രിയുടെ വീട്ടിലേക്ക്, തന്ത്രിയെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ തന്നെ ആ വീട് സന്ദർശിക്കുവാൻ വേണ്ടിയിട്ട് സന്ദീപ് വചസ്പതി അടങ്ങുന്ന BJPയുടെ തന്നെ നേതാക്കന്മാർ അങ്ങോട്ട് പോയത് എന്തിനാണെന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അത് ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്താം. ഇത് കഴിഞ്ഞിട്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതേ BJP നേതൃത്വം നിരന്തരമായി ഇടതുപക്ഷത്തെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിച്ചിരുന്നു. ചിന്തിക്കുക, ഇതേ BJP നേതൃത്വമാണ് ഇടതുപക്ഷത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുവാൻ വേണ്ടി ശ്രമിച്ചത്. പോരാത്തതിന് ഇടതുപക്ഷത്തുള്ള കുറച്ച് നേതാക്കന്മാരുടെ പേരിൽ കൂടി ആരോപണം വന്നതിന് പിന്നാലെ BJP നേതൃത്വം ശക്തമായി ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കുകയുണ്ടായി. ഇപ്പോൾ തന്ത്രി കുടുംബത്തിനെതിരെ ചോദ്യം വന്നു നിൽക്കുന്നു, തന്ത്രി കുടുംബത്തിനെതിരെ തെളിവുകൾ വന്നു നിൽക്കുന്നു, തന്ത്രിയെ പോലും അറസ്റ്റ് ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് അന്ന് ഇടതുപക്ഷത്തിനെതിരെ BJP നേതൃത്വം കാണിച്ച ആവേശം തന്ത്രിമാർക്കെതിരെ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ തിരുമേനിമാർക്കെതിരെ കാണിക്കുന്നില്ല? അവിടെയാണ് സംശയം കൂടുതൽ ഊട്ടിയുറപ്പിക്കപ്പെടുന്നത്. അതായത് BJP നേതൃത്വവും തന്ത്രിയുമായി സ്വർണ്ണ ഇടപാടുകളിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഈ കട്ട സ്വർണ്ണ ഇടപാടുകളിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ജനങ്ങൾ ചോദിക്കുമ്പോൾ, സോഷ്യൽ മീഡിയ ചോദിക്കുമ്പോൾ, മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ, ശ്രദ്ധിക്കുക, മാധ്യമങ്ങളല്ല, വലതുപക്ഷ മാധ്യമങ്ങളല്ല, സത്യം തിരിച്ചറിയണം, നേര് തിരിച്ചറിയണം എന്നുറപ്പുള്ള മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് BJP നേതൃത്വം നിശബ്ദരായി തുടരുന്നു? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടത് അനിവാര്യമായ ഘടകം തന്നെയാണ്. ഇതൊക്കെ നമുക്ക് മാറ്റി നിർത്താം. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ഉന്നയിക്കുകയാണ്. അതായത് ഇടതുപക്ഷത്തെ നേതാക്കന്മാരുടെ പേരിൽ ഇത്തരത്തിൽ ഒരു ആരോപണം വന്നപ്പോൾ, സ്വർണ്ണക്കൊള്ളയുമായി, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ടെന്നൊരു ആരോപണം വന്നപ്പോൾ ഉറഞ്ഞു തുള്ളിയ BJP നേതൃത്വം തന്ത്രിയുടെ പേരിൽ കൃത്യമായ തെളിവുകൾ സഹിതം അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷവും എന്തുകൊണ്ട് ഒരക്ഷരം പോലും ഉരിയാടാതെ ഇരിക്കുന്നു എന്നുള്ള ചോദ്യത്തിൽ നമുക്ക് സംശയം ഉന്നയിക്കാവുന്നതാണ്. അതായത് ശബരിമലയിൽ നിന്നും കട്ടുകൊണ്ടുപോയ സ്വർണം, തന്ത്രിയും കൂട്ടരും ചേർന്ന് ശബരിമലയിൽ നിന്നും കട്ടുകൊണ്ടുപോയ സ്വർണവുമായി BJP നേതൃത്വത്തിന്, കേരളത്തിലെ BJP നേതൃത്വത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ളൊരു ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടതും SIT തന്നെയാണ്, അന്വേഷണ സംഘം തന്നെയാണ്. എന്തായാലും തന്ത്രി വരെ എത്തി നിൽക്കുന്നു. ആരെ കൊണ്ടും തൊടാൻ പറ്റില്ല എന്നൊരു പൊസിഷനിൽ ഇരുന്ന തന്ത്രിയുടെ അടുത്തേക്ക്, തന്ത്രിയുടെ വീട്ടിലേക്ക്, എന്തിനേറെ പറയുന്നു, തന്ത്രിയുടെ മുറിയിൽ പോലും കയറി പരിശോധന നടത്തുവാനുള്ള ഒരു സാഹചര്യം വന്നെത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിൽ തന്ത്രിയുമായി BJP നേതൃത്വത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ, BJPയുടെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് ബന്ധമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തായാലും പുറത്തു വരണം. കാര്യം കളവ്, അത് ആര് ചെയ്താലും കളവ് തന്നെയാണ്. ആ കളവിന്റെ ഏതെങ്കിലും ആനുകൂല്യം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അതും കളവിന് തുല്യം തന്നെയാണ്. അതായത് തന്ത്രി കുടുംബത്തെ പൊക്കി പറഞ്ഞുകൊണ്ട് നടന്ന മാധ്യമങ്ങളൊക്കെ ഓടി ഒളിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ആ സാഹചര്യത്തിൽ പോലും തന്ത്രിക്ക് വേണ്ടി സംസാരിക്കുവാൻ BJP നേതൃത്വം മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ഈ സമൂഹത്തിന് അറിയണം. അതായത് ശബരിമലയിലെ സ്വർണം കട്ടത് ഇടതുപക്ഷമാണെന്ന് ആർത്തിരമ്പിയ BJP നേതൃത്വം തന്ത്രിയാണ് സ്വർണം കട്ടതിന് കൂട്ടുനിന്നത്, അല്ലെങ്കിൽ അതിൽ തന്ത്രിക്കും പങ്കുണ്ടെന്ന് തെളിയുമ്പോൾ
തന്ത്രിക്കെതിരെ ഒരക്ഷരം പോലും മിണ്ടാതെ മൗനവ്രതം പാലിച്ചിരിക്കുന്നതിന്റെ കാരണം അത് ഈ സമൂഹത്തെ, മലയാളികളെ, കേരളത്തെ നിങ്ങൾ ബോധ്യപ്പെടുത്തണം. എന്തുകൊണ്ടെന്നാൽ ഇത്രയും നാൾ ഇടതുപക്ഷത്തെ കരിവാരി തേച്ചതിന്, ഇടതുപക്ഷത്തെ നേതാക്കന്മാരെ അനാവശ്യമായി ഈ വിഷയത്തിലേക്ക് വലിച്ചിട്ടതിന് തെളിവുകൾ സഹിതം തന്ത്രിയെ പിടികൂടിയിട്ടും തന്ത്രിക്കെതിരെ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം, ആ ഉത്തരം തേടിയാണ് ഇന്ന് കേരളം സഞ്ചരിക്കുന്നത്.